ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയൊരു ട്യൂണ് പഠിപ്പിക്കാൻ പോകുന്ന കേട്ടോ. ഞാൻ ഫ്ലൂട്ട് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണിത്. ഒരാളൊരു ട്യൂണ് വായിക്കുന്നു, അതിൻ്റെ താഴെ നോട്ടും കൊടുത്തേക്കുന്നു. അത് എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ എഴുതി വെച്ച് പഠിച്ചു. ഇപ്പോഴും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാനത് യൂട്യൂബിൽ കയറി നോക്കി. വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അത് കിട്ടിയില്ല. അപ്പോൾ ഏതൊരു രാഗമാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഫ്ലൂട്ട് അരച്ച് കലക്കി കുടിച്ച ആളൊന്നുമല്ല ഞാൻ എൻ്റെ രീതിയിൽ അറിയാവുന്ന രീതിയിലാണ് ഞാനത് പഠിച്ചത്. യൂട്യൂബിനകത്ത് ഇതിൻ്റെ വീഡിയോ ഇടണമെന്ന് പോലും വിചാരിച്ചല്ല. ഞാൻ ചെറിയ ചെറിയ ഫ്ലൂട്ടിൻ്റെ ട്യൂണൊക്കെ വായിക്കുന്ന കേട്ടിട്ട് ഓരോരുത്തർ ചോദിച്ച് പിന്നീട് നമ്മളങ്ങനെ വീഡിയോ ആയിട്ട് ഇട്ടിട്ട് വന്നത്. അല്ലാതെ ഫ്ലൂട്ട് പഠിപ്പിക്കണം എന്നുള്ള രീതിയിലല്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് എൻ്റെ വീഡിയോ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ ഫ്ലൂട്ടിൻ്റെ ഒരു വീഡിയോ ആദ്യം ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ ചെറിയ ചെറിയ ട്യൂണുകളൊക്കെ ഇടാൻ തുടങ്ങിയ ശേഷമാണ് ഓരോരുത്തർ ഒന്ന് കാണിച്ചു തരാമോ അല്ലെങ്കിൽ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത്. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ ട്യൂണ് തുടക്കത്തിൽ പഠിക്കുന്നവർക്ക് നല്ലതായിരിക്കും. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഫിംഗർ പഠിക്കാൻ ഇച്ചിരി ഈസി ആയിരിക്കും. ഒരു പാട്ട് എങ്ങനെ പോകുന്നതെന്ന് പഠിക്കാൻ ഈസി ആയിരിക്കും. അപ്പം അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് എന്തായാലും ഞാൻ ഡിസ്പ്ലേ കൊടുത്തേക്കാം. സരിഗമപ മഗമഗരീസ സാനി പദനിസ, ഇതാണ് നോട്ട്. 2 പ്രാവശ്യം ഇത് വരും, വായിക്കണം. കട്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി. സരിഗമപമ സരിഗമപമ ഗമഗരീസ സാനി പദനിസ, അങ്ങനെയാണ് വായിക്കേണ്ടത് കേട്ടോ. സരിഗമപമ ഗമഗരീസ, ഗമഗരിസയല്ല ഗമഗരീസമ, ചെറിയ മായ കേട്ടോ. സാനി പദനിസ, സനി അല്ല സാനി പദനിസ. അപ്പം ആദ്യത്തെ ആ ഒരു ലൈനാണുള്ളൂ. തുടക്കക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സരിഗമപമ ഇതാണ് ഫസ്റ്റ് ലൈൻ. 2 പ്രാവശ്യം വായിക്കണം. ഇനി സെക്കൻഡ് ലൈൻ. ഗമപദ സാനി ദപമ ഗമപദ സാനി ദപമ ഗമപദ സാനി ദപമ ഗമപദ സാനി ദപമ ഗമപദ സാനി ദപമ. ഗമപദ സാനി ദപമ ഗമപദ സാനി ദപമ. കട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഗമപദ വരെ വായിച്ചിട്ട് പിന്നെ സാനി ദപമ എന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഒരുമിച്ചത് പഠിച്ചാൽ മതി. ഇതും 2 പ്രാവശ്യം വായിക്കണം. ലാസ്റ്റ് ലൈൻ ഇങ്ങനെ വരുന്നത്. ഗമപ സാനി താപമാഗ സാനി പദനിസ ഗമപ സാനി താപമാഗ സാനി പദനിസ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം പറയാൻ ശ്രദ്ധിച്ചോണം. ഗമപ സാനി എന്നുള്ളത് ഇച്ചിരി നീളത്തിലാണ് വായിക്കേണ്ടത്. ഗമപ സാനി താപമാഗ സാനി പദനിസ. ഗമപ സാനി ദാപമാഗ സാനി പദനിസ. നോട്ട് നല്ലപോലെ നോക്കി അത് കട്ട് ചെയ്ത് പഠിക്കുക. പിന്നീട് ഒരുമിച്ചാക്കിയാൽ മതി. പഠിക്കാൻ പറ്റും. സാവധാനം ഇരുന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂണ് മനസ്സിലായല്ലോ. ഞാനിപ്പം എങ്ങനെയാണോ വായിച്ചത് അതേപോലെ തന്നെ വായിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. സരിഗമപ മഗമഗരീസ സാനി പദനിസ
സരി ഗമ പമ ഗമ ഗരി സ സാനി പദ നി സ ഗമ പദ സാനി ദ പമ ഗമ പദ സാനി ദ പമ ഗമ പ സാനി ദ പമ ഗ സാനി പദ നി സ. നിങ്ങൾ പാടിയും വാവ് ഉപയോഗിച്ച് ഇത് പാടിയും പഠിക്കുക. അതുപോലെ നമ്മുടെ കൈയും ആ ഒരു രീതിയിൽ വരണം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും. ഞാനിങ്ങനെ നോട്ട് ഒന്ന് മനപ്പാടമാക്കുമായിരുന്നു ആദ്യം. എന്നിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കൈ കറക്റ്റ് അതേപോലെ അങ്ങ് വരും. സാവധാനത്തിൽ ഇരുന്ന് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.